Hello dear students, welcome to another lecture of Structural Analysis 2. In this video we are going to solve a problem with a fixed end and continuous beam using moment distribution method. Moment distribution method le fixed end വന്നിട്ടുള്ള continuous beamന്റെ problem എങ്ങനെ സോൾവ് ചെയ്യാന്നാണ് പഠിക്കുന്നത്. ഒരു ബീം അതായത് ഇൻഡിറ്റർമിനേറ്റ് ബീം സോൾവ് ചെയ്യാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ 3 മൊമെന്റ് ഇക്വേഷൻ പഠിച്ചു. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ പഠിച്ചു. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. ഇതിൽ ഏത് മെത്തേഡ് ചെയ്താലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടണം. ഏതൊരു പ്രോബ്ലം നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള 3 ഡിഫറെൻറ്റ് മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ മെത്തേഡാണിത്. അപ്പം നിങ്ങളോടൊരു ബീം സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ അത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളോട് പ്രാക്ടിക്കലായിട്ടൊരു പ്രോബ്ലം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് അറിയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ഷോൺ ഇൻ ഫിഗർ യൂസിങ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ABCD എന്ന് പറഞ്ഞിട്ടുള്ള 3 സ്പാനുള്ളൊരു ബീമാണ്. എയിലും ഡിയിലും എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡാണ്. ഫിക്സ്ഡ് എൻഡാണ്. ABയിൽ UDL ഓഫ് 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ, BCയിൽ എക്സെൻട്രിക്കലായിട്ട് ഒരു 5 കിലോ ന്യൂട്ടൺ ലോഡ് കൊടുത്തിട്ടുണ്ട്, CDയിൽ 8 കിലോ ന്യൂട്ടൺ ലോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ബീം സോൾവ് ചെയ്യണം. അപ്പോൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമുക്ക് 3 സ്റ്റെപ്പാണുള്ളത് അറിയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. തേർഡ് സ്റ്റെപ്പ് എന്താ? മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. ഇങ്ങനെ ഫൈനൽ മൊമെന്റ് കിട്ടും. ഈ ഫൈനൽ മൊമെന്റ് യൂസ് ചെയ്തിട്ട് ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം, ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രം ആണ് നമ്മൾ സാധാരണ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഫൈനൽ മൊമെന്റ് കിട്ടും എന്നുള്ളതിൻ്റെ 3-4 ടൈപ്പാണ് ഈ 3 മൊമെന്റ് ഇക്വേഷൻ, സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ, 3 മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡൊക്കെ പറയുന്നത്. ഫൈനൽ മൊമെന്റ് കിട്ടി കഴിഞ്ഞിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രം വരക്കുന്നതും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരക്കുന്നതൊക്കെ സെയിം പ്രൊസീജിയറാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മളിങ്ങനെ എങ്ങനെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരക്കും, എങ്ങനെ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരക്കും എന്ന് പറയുന്നില്ല. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിലാണെന്ന് തോന്നുന്നു. ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരക്കും, എങ്ങനെ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരക്കുന്നത്. നിങ്ങൾക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം, ഷിയർ ഫോഴ്സ് ഡയഗ്രം വരക്കാൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ നോക്കിയിട്ട് പഠിച്ചാൽ മതി. സെയിം മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഫൈനൽ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡിഫറെൻറ്റ് മെത്തേഡാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫൈൻഡ് ദ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ്. ഇവിടെ 3 സ്പാൻ ഉണ്ട്. 3 സ്പാനിൽ സെപ്പറേറ്റ് നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്പാൻ എന്ന് പറയുന്നത് എന്താ? AB എന്ന് പറഞ്ഞ സ്പാനാണ്. AB എന്ന് പറഞ്ഞ സ്പാനിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. 6 മീറ്റർ ലോങ്ങിലാണ്. AB എന്ന് പറഞ്ഞ ബീമിൽ ഈ എൻഡിൽ, ലെഫ്റ്റ് എൻഡിൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഉണ്ടാവും, MFAB. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ B എന്ന് പറഞ്ഞ ജോയിന്റിൽ MFBA എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഉണ്ടാവും. ഈ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഈ 2 ഫിക്സ്ഡ് എൻഡ് മൊമെന്റും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പല കേസ് ഉണ്ട് അല്ലേ. UDL ആണെങ്കിലുള്ള ഇക്വേഷൻ, എക്സെൻട്രിക്കൽ ലോഡ് ആണെങ്കിൽ, സിമെട്രിക്കലി ലോഡഡ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഉള്ള ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി ഒരു ടാബുലാർ കോളത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് ഓർക്കണം. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലുള്ള മൊമെന്റിന്റെ വാല്യൂ -WL² ഡിവൈഡഡ് ബൈ 12ഉം റൈറ്റിലുള്ള MFBന്റെ ഇക്വേഷൻ +WL²/12 ആണ്. ഇതിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ W ഹിയർ -2 × L 6² ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് -6 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. എപ്പോഴും ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ യൂണിറ്റ് എന്താ വരിക? കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഉള്ളത് +WL²/12. അത് സെയിം 2 × 6² ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് +6 കിലോ ന്യൂട്ടൺ മീറ്റർ. നെക്സ്റ്റ് നമ്മൾ അടുത്ത സ്പാൻ കൺസിഡർ ചെയ്തു, സ്പാൻ BC. സ്പാൻ BCയിലും ഈ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടാവും? 2 ടൈപ്പ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഉണ്ടാവും. ഒന്ന് ലെഫ്റ്റിൽ ഉണ്ടാവുന്നതിൻ്റെ പേര് MFBC എന്നും റൈറ്റിൽ ഉണ്ടാവുന്ന മൊമെന്റിന്റെ പേര് MFCB എന്നുമാണ്. MFBCന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സെൻട്രിക്കൽ ലോഡ് അല്ലേ, -WAB²/L² ആയിരിക്കും. റൈറ്റിൽ ഉണ്ടാവുന്നതിൻ്റെ പേര് ഇക്വേഷൻ WA²B ഡിവൈഡഡ് ബൈ L² ആയിരിക്കും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -W5, A എന്ന് പറയുന്നത് 3, B എന്ന് പറയുന്നത് 2² ഡിവൈഡഡ് ബൈ 5². വി വിൽ ഗെറ്റ് -2.4 കിലോ ന്യൂട്ടൺ മീറ്റർ. And also MFCB,
that is plus 5 into 3 square into 2 divided by 5 square, which will get 3.6 kilonewton meter. അടുത്തത് നമ്മൾ സ്പാൻ സി ഡി ആണ് കൺസിഡർ ചെയ്യുന്നത്. സി ഡി എന്ന് പറയുന്നത് സെൻട്രലി സപ്പോർട്ടഡ് ലോഡാണ്. അതിനും രണ്ട് ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ഉണ്ടാവും. എം എഫ് സി ഡി എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡിലും എം എഫ് ഡി സി എന്ന് പറയുന്നത് റൈറ്റ് എൻഡിലും. എം എഫ് സിമെട്രിക്കലി ലോഡഡ് ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് -WL/8, റൈറ്റിലുള്ളത് +WL/8, ദാറ്റ് ഈസ് -W8, L എന്ന് പറയുന്നത് 5 divided by 8, which will get -5 kilonewton meter. Then again WL/8 വരുമ്പോൾ 8 into 5 divided by 8, which will get 5 plus 5 kilonewton meter. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ കണ്ടു ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ 3 ടൈപ്പ്. WL/8, അതായത് എക്സെൻട്രിക്കലി ലോഡിനുള്ള ഇക്വേഷൻ, സിമെട്രിക്കലി ലോഡിനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് ഇപ്പോൾ നമ്മൾ ചെയ്ത 3 മെത്തേഡിനും നമുക്ക് അത്യാവശ്യമാണ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഇത് ബേസിക് ഇക്വേഷനാണ്. ആ ഇക്വേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റിഫ്നെസ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിനെ നമ്മളൊരു ടാബുലാർ കോളം വരക്കണം. ടാബുലാർ കോളത്തിൻ്റെ ഹെഡിങ് ആണ് ഫസ്റ്റ് ജോയിൻറ്റ്. ആ ജോയിൻറ്റ് ഉണ്ടാക്കുന്ന മെമ്പേഴ്സ്, പിന്നെ കെ എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ആണ്, സിഗ്മ കെ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷനാണ് കെ ഡിവൈഡഡ് ബൈ സിഗ്മ കെ. അപ്പോൾ സ്റ്റിഫ്നെസ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ സ്റ്റിഫ്നെസ്. സ്റ്റിഫ്നെസ് എന്ന് പറയുന്നതിന് 2 കണ്ടീഷനാണുള്ളത്. സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ, അതായത് കെൻ്റെ വാല്യൂ വിൽ ബി I/L ആവാം, അല്ലെങ്കിൽ 3/4 I/L ആവാം. കെൻ്റെ വാല്യൂ, സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ ഈ 2 മാത്രമേ വരുള്ളൂ. ഒന്നല്ലെങ്കിൽ I/L അല്ലെങ്കിൽ 3/4 I/L. I/L എപ്പോഴാണ് വരിക? I/L വരുന്നത് ഫാർ എൻഡ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജോയിൻ്റ് അല്ല, ജോയിൻറ്റിൻ്റെ അപ്പുറത്തുള്ള ഫാർ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിലോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിലോ ആണ് നമ്മൾക്ക് എന്ത് വരിക? I/L വരിക. 3/4 I/L എപ്പോഴാണ് വരിക? ഫാർ എൻഡ്, റോളറ്, ഹിഞ്ച്ഡ് ഓർ സിംപ്ലി സപ്പോർട്ടഡ്. ഈ 3 കേസും ആണെന്നുണ്ടെങ്കിൽ അവിടെ 3/4 I/L എന്നാണ് പറയാം. അപ്പോൾ കെൻ്റെ ഈ ഒരു ടാബുലാർ കോളം നമ്മൾ പഠിച്ചിരിക്കണം. ഒന്നല്ലെങ്കിൽ I/L വരും, അല്ലെങ്കിൽ 3/4 I/L വരും. രണ്ടിൻ്റെ കണ്ടീഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ കേസിൽ നോക്കുകയാണ്. ഈ കേസിൽ നമ്മൾ ഫസ്റ്റ് ജോയിൻറ്റ്, 2 ജോയിൻ്റ് ഉണ്ടല്ലേ ഇവിടെ. ബി എന്ന് പറഞ്ഞൊരു ജോയിൻ്റ് ഉണ്ട്, സി എന്ന് പറഞ്ഞ ജോയിൻ്റ് ഉണ്ട്. ബി എന്ന് പറയുന്ന ജോയിൻറ്റിൽ നമുക്കുള്ളത്, ബി എന്ന് പറയുന്ന ജോയിൻറ്റിലുള്ളത് 2 മെമ്പറുകളാണ്. 2 മെമ്പർ എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്ന ജോയിൻറ്റിൽ BA എന്ന് പറയുന്ന ഒരു മെമ്പറുണ്ട്, BC എന്ന് പറയുന്ന ഒരു മെമ്പറുണ്ട്. BA എന്ന് പറയുന്ന മെമ്പർ ആദ്യം നോക്കി. ബി എന്ന് പറയുന്നതാണ് നമ്മൾ ജോയിൻറ്റ്. ഫാർ എൻഡ് എന്ന് പറയുന്നത് A ആണ്. ബിയിലെ ഫാർ എൻഡ് എ ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കെൻ്റെ വാല്യൂ എന്താ? I/L. ദാറ്റ് ഈസ് ഹിയർ I എന്ന് പറയുന്നത് യൂണിഫോം ആയതുകൊണ്ട് നമ്മൾ IN എടുത്തു. അതായത് സ്പെഷ്യലായിട്ട് I എന്നോ 2I എന്നോ 3I എന്നോ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ IN സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ ലെങ്ത്ത് 6 ആണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആൻസർ വിൽ ബി 1.167 I എന്ന് കിട്ടും. അടുത്തത് ബി എന്നുള്ള ജോയിൻറ്റ് കണക്ട് ചെയ്തിട്ടുള്ള മെമ്പറാണ് BC. ഫാർ എൻഡ് എന്ന് പറയുന്നത് C ആണ്. അപ്പോൾ നമ്മൾ C നോക്കി. C എന്ന് പറയുന്നത് ശരിക്കും റോളറാണ്. ബട്ട് ഈ റോളർ കഴിഞ്ഞിട്ട് വേറൊരു സപ്പോർട്ടും കൂടി ഉണ്ട്. അപ്പോൾ C എന്ന് പറയുന്നത് എന്തായി? ഇറ്റ്സ് എ കണ്ടിന്യൂസ് സപ്പോർട്ടായി. അപ്പോൾ C എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് സപ്പോർട്ടാണ്. എഗെയിൻ ദ സ്റ്റിഫ്നെസ് വിൽ ബി I/L. ഹിയർ I ഈസ് I, L ഈസ് 5. ദെർഫോർ 1/5 എന്ന് പറയുന്നത് 0.2 I എന്ന് വരും. ഇങ്ങനെ ഒരു ജോയിൻറ്റിലുള്ള എല്ലാ കെകളും കിട്ടിയാൽ നമുക്ക് അടുത്തത് എന്ത് കണ്ടുപിടിക്കുക? സിഗ്മ കെൻ്റെ വാല്യൂ, അതായത് ഈ K1 + K2 ചെയ്യുമ്പോൾ നമുക്ക് 0.367 I എന്ന് കിട്ടും. സിഗ്മ കെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് K ഡിവൈഡഡ് ബൈ സിഗ്മ കെ. കെ എന്ന് പറയുന്നത് എത്രയാ? 0.167 divided by 0.367
6.7i. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വിൽ ബി 0.45 എന്ന് വരും. അതുപോലെ നമ്മൾ ഇനി അടുത്തത് എന്താണ് ബി സിൻ്റെ കണ്ടുപിടിക്കുകയാണ്. ബി സി എന്ന് പറയുമ്പോൾ 0.2i ഡിവൈഡഡ് ബൈ 0.367i. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 0.55 എന്ന് കിട്ടും. ഓക്കെ, 0.55. ഓക്കെ, അപ്പോൾ ഒരു ജോയിൻറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ജോയിൻറ്റ് കൺസിഡർ ചെയ്യാണ്, ജോയിൻറ്റ് സി. ജോയിൻറ്റ് സി കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ ജോയിൻറ്റ് സി കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് മെമ്പറാണ് സി ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള മെമ്പർ. സി ബിൻ്റെ ബി എന്ന് പറയുന്നതാണ് ഫാർ എൻഡിലുള്ള ഫാർ എൻഡ് നോക്കി ബി എന്ന് പറയുന്നത് റോളറാണ്. ബട്ട് ഈ റോളർ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആണ്. കാരണം എന്താ, ബി കഴിഞ്ഞിട്ട് വേറൊരു സപ്പോർട്ടും കൂടി ഉണ്ട്. അതുകൊണ്ട് ബി ഷുഡ് ബി കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മൾ ഇക്വേഷൻ i by L ആണ്. വി ഗെറ്റ് i ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2i. ദെൻ സി ഡി നോക്കി, ഡി എന്ന് പറയുന്നതാണ് ഫാർ എൻഡ് ഇവിടെ നോക്കി ഫിക്സ്ഡ് എൻഡ് ആണ്. ഫിക്സ്ഡ് എൻഡ് ആണെങ്കിൽ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ i by L തന്നെയാണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു i ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2i. ഇത് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് 0.4i എന്ന് കിട്ടും. 0.2i പ്ലസ് 0.2i. ഇനി കെ ഡിവൈഡഡ് ബൈ സിഗ്മ കെ ചെയ്യാണ്. അതായത് 0.2i ഡിവൈഡഡ് ബൈ 0.4 ചെയ്യുമ്പോൾ നമുക്ക് 0.5 കിട്ടും. അതുപോലെ 0.2 ഡിവൈഡഡ് ബൈ 0.4 ചെയ്യുമ്പോൾ നമുക്ക് 0.5 കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റിൽ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടു, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടു. ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ, വി നീഡ് ടു ഫൈൻഡ് ദ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ. മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ടാബുലാർ കോളം വരച്ചു. ടാബുലാർ കോളത്തിൻ്റെ ഈ റോസിൻ്റെ എണ്ണം നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഓൾറെഡി പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് കുറച്ച് നമ്പർ ഓഫ് കോളംസ് വരച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് ഇപ്പോഴേ കൺഫേം ചെയ്യാൻ പറ്റില്ല. അത് എൻഡ് ചെയ്യും അത്രയേ ഉള്ളൂ. അപ്പോൾ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ടാബുലാർ കോളം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ജോയിൻറ്റ് വരക്കണം. അടുത്തത് മെമ്പറാണ്, ഈ ജോയിൻ്റ് ഉണ്ടാക്കുന്ന മെമ്പർ. ഇപ്പം സാധാരണ ജോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനാണ്, രണ്ട് ബീമും രണ്ട് സ്പാന് മീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ജോയിൻ്റ് എന്ന് പറയുള്ളൂ. ബട്ട് ഹിയർ ഈ ജോയിൻ്റ് ഉദ്ദേശിക്കുന്നത് സപ്പോർട്ട്സിനാണ്. എ ബി സി ഡി എന്ന് പറഞ്ഞ 4 സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടാണ് ഫസ്റ്റ് റോയിൽ എഴുതേണ്ടത്. സെക്കൻഡ്, ഈ സപ്പോർട്ട് ഉണ്ടാക്കുന്ന മെമ്പേഴ്സ്. എ എന്ന് പറയുന്ന സപ്പോർട്ട് ഉണ്ടാക്കുന്നത് എ ബി മാത്രമേ ഉള്ളൂ. ബി ഉണ്ടാക്കുന്നത് ബി എ ഉണ്ട്, ബി സി ഉണ്ട്. സി ഉണ്ടാക്കുന്നത് സി ബി ഉണ്ട്, സി ഡി ഉണ്ട്. ഡിൻ്റെത് ഡി സി എന്ന് പറഞ്ഞ മെമ്പറാണ്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതണം. ഈ ഓരോ മെമ്പറിൽ കിട്ടിയ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും. നമുക്ക് എ ബിന് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും കിട്ടിയിട്ടില്ല അല്ലേ. നമുക്ക് ബി എക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കിട്ടിയിട്ടുള്ളത്. ബി എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 0.45 ആയിരുന്നു. ബി സിൻ്റെത് 0.55 ആയിരുന്നു. സി ബിൻ്റെത് 0.5 ആയിരുന്നു. സി ഡിൻ്റെതും 0.5 ആയിരുന്നു. ഡി സിക്കും നമുക്ക് എന്തില്ല, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇല്ല. അടുത്തത് നമ്മൾ എഴുതേണ്ടത് ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് ആണ്. ആദ്യം ജോയിൻറ്റ്, പിന്നെ മെമ്പർ, പിന്നെ നമ്മൾ കണ്ടുപിടിച്ച 2 സാധനങ്ങളാണ് എഴുതുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റും. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് നമുക്ക് എല്ലാ സ്പാനിലുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എ ബിക്ക് -6, ബി എക്ക് 6, ബി സിൻ്റെത് -2.4, സി ബിൻ്റെത് 3.6, സി ഡിൻ്റെത് -5, ഡി സിൻ്റെത് +5. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ, നമുക്ക് സിഗ്മ എം കണ്ടുപിടിക്കണം. അതായത് ഓരോ ജോയിൻറ്റിലുള്ള സം ഓഫ് മൊമെൻറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓരോ ജോയിൻറ്റിലുള്ള സം ഓഫ് മൊമെൻറ്റ്സിൻ്റെ വാല്യൂ. ഈ സം ഓഫ് മൊമെൻറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കണം. കാരണം നമുക്ക് എല്ലാ ജോയിൻറ്റിലുള്ള മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 ആക്കലാണ് നമ്മൾ എയിം. അല്ല, ജോയിൻറ്റിലുള്ള മൊമെൻറ്റിനെ നമ്മൾ ബാലൻസ് ചെയ്യലാണ്. ഓരോ ജോയിൻറ്റിൽ വരുന്നതിനെ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വെച്ചിട്ട് ഓരോ പെർസെൻറ്റേജ് ആക്കിയിട്ട് അടുത്തടുത്ത ജോയിൻറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ജോയിൻറ്റിലും എത്ര മൊമെൻറ്റ് വീതം ഇപ്പം ഉണ്ട് എന്ന് നോക്കണം. അപ്പോൾ സിഗ്മ എം നമ്മൾ എടുക്കുന്നത് എപ്പോഴും എന്തിനു മാത്രമാണ്, സിഗ്മ എമ്മിൻ്റെ പ്രത്യേകത തന്നെ പറയുന്നത് എന്താ, ഓൺലി അറ്റ് ജോയിൻസിൽ മാത്രമേ നമ്മളിത് കൺസിഡർ ചെയ്യുള്ളൂ. ഓൾസോ സമ്മിൻ്റെ ഓപ്പോസിറ്റ് സൈനും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ജോയിൻറ്റിലുള്ള മൊമെൻറ്റിൻ്റെ ജോയിൻറ്റിൽ നമ്മൾ ടോട്ടൽ മൊമെൻറ്റ് കണ്ടുപിടിക്കും. ആ ടോട്ടൽ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈനാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എടുക്കുന്നത് ബി എന്ന് പറഞ്ഞ ജോയിൻ്റ് ആണ്. 6ഉം -2.4ഉം ഇത് രണ്ടും കൂടി നമുക്ക് സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ +3.6 എന്നാണ്. ഈ +3.6ൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കണം. ദാറ്റ് ഈസ് -3.6.
സിഗ്മ എമ്മിനെ എപ്പോഴും നമ്മൾ ബോക്സിലിടുക, കാരണം ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ സിഗ്മ എം എടുക്കൂല. അപ്പോൾ നമ്മൾ എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു പെട്ടിയിലിട്ട് വെക്കുക. ഓക്കെ, അടുത്തത് സി എന്ന് പറഞ്ഞ ജോയിൻറ്റ് കൺസിഡർ ചെയ്തു. 3.6ഉം -5ഉം ഇത് രണ്ടിനും കൂടി നമുക്ക് സം ചെയ്യുമ്പോൾ നമുക്ക് -1.4 കിട്ടുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയുന്നത് +1.4. ഈ സിഗ്മ എമ്മിനെ ഞാൻ ബോക്സിലിട്ടു, കാരണം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് അറിയാണ്ട് ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ബോക്സിലിട്ടു. അപ്പോൾ ജോയിൻറ്റിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? മൊമെൻറ്റ്. സിഗ്മ എം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് സിഗ്മ എം ഇൻറ്റു ഡി എഫ്. ഈ മൊമെൻറ്റിൻ്റെ എത്രത്തോളമാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് നോക്കാം. മൊമെൻറ്റ് സിഗ്മ എം ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ആദ്യം എ ബി എന്നുള്ള ബീമിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇല്ല, അപ്പം ഇത് 0. അടുത്തത് -3.6 ഇൻറ്റു 0.45 ചെയ്യുക, അപ്പോൾ നമ്മൾക്ക് വാല്യൂ -1.62. നെക്സ്റ്റ് -3.6 ഇൻറ്റു 0.55 ചെയ്യുമ്പോൾ -1.94. നെക്സ്റ്റ് 1.4 ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ 0.7. 1.4 ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ 0.7. ദെൻ 1.4 ഇൻറ്റു ഈ ലാസ്റ്റിലെ ഒന്നുമില്ല, അപ്പോൾ 0. അടുത്ത സ്റ്റെപ്പ് എന്താ? ക്യാരി ഓവർ. ഈ 3 സ്റ്റെപ്പാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് ക്യാരി ഓവർ ആണ്. ക്യാരി ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സിഗ്മ എം ഇൻറ്റു ഡി എഫിൻ്റെ പകുതി നമ്മൾ അടുത്തുള്ള ജോയിൻറ്റിലേക്ക് ക്യാരി ഓവർ ചെയ്യും. അപ്പോൾ എ ബിന് ഫിക്സ്ഡ് എൻഡാണ്. ഫിക്സ്ഡ് എൻഡിൽ മാത്രമേ നമ്മൾക്ക് ക്യാരി ഓവറിങ് നടക്കുള്ളൂ. ഇനിയിപ്പോൾ ഈ എൻഡ് എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ക്യാരി ഓവറിങ് നടക്കില്ല. നമ്മൾക്കറിയാം ഫിക്സ്ഡ് എൻഡിൽ മാത്രമേ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. സിംപ്ലി സപ്പോർട്ടഡ് ബീമിലെ എൻഡിൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, നമ്മൾ 0 ആയിരിക്കും എടുക്കുക. അപ്പോൾ ഫിക്സ്ഡ് എൻഡ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്കും നമുക്ക് മൂവ്മെൻറ്റ് ക്യാരി ഓവർ ചെയ്യും. അടുത്തത് ബി സി ആണ്. ബി സിൻ്റെ അടുത്ത ജോയിൻ്റ് എന്ന് പറയുന്നത് സിയിലാണ്. സീൻ്റെ അടുത്തുള്ള ജോയിൻ്റ് എന്ന് പറയുന്നത് ബി ആണ്. ഇവിടെ സീൻ്റെത് കുറച്ച് ഡിയിലേക്കും പോവും, ഡീൻ്റെ ഉള്ളത് കുറച്ച് ഇങ്ങോട്ടും പോവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ക്യാരി ഓവറിങ് നടക്കുക? 0ൻ്റെ പകുതിയാണ് ഇങ്ങോട്ട് പോവുക. -1.62ൻ്റെ ഹാഫാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുക, അതായത് -0.81. ഇനി -1.92ൻ്റെ പകുതി ഹാഫാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്, ദാറ്റ് ഈസ് 0.972. ഇനി 0.7ൻ്റെ പകുതിയാണ് 0.35 ഇങ്ങോട്ട് വരുന്നത്. 0.7ൻ്റെ പകുതി 0.35, 0ൻ്റെ പകുതി 0. ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഗെയിൻ സിഗ്മ എം. സിഗ്മ എമ്മിൻ്റെ പ്രത്യേകത എന്താ? ജോയിൻസിൽ മാത്രം എടുക്കാൻ പാടുള്ളൂ. ഓപ്പോസിറ്റ് സൈന്, സമ്മിൻ്റെ ഓപ്പോസിറ്റ് സൈനാണ് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ജോയിൻ്റ് എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ ജോയിൻറ്റിൽ ഇത് രണ്ടും എടുത്തു. ജോയിൻറ്റിൽ 0.35 ആണ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയുന്നത് മൈനസ്, അപ്പം -0.35. നെക്സ്റ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് പോയിന്റ്, അപ്പം -0.972 ഇവിടുത്തെ സിഗ്മ എം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിഗ്മ എം ഇൻറ്റു ഡി എഫ് ആണ്. സിഗ്മ എം ഇൻറ്റു ഡി എഫ് എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ സിഗ്മ എം ഇൻറ്റു ഓരോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. സിഗ്മ എം ഇൻറ്റു 0.45 -0.35 ഇൻറ്റു 0.45 ചെയ്യുമ്പോൾ നമുക്ക് -0.16. നെക്സ്റ്റ് -0.35 ഇൻറ്റു 0.55 ചെയ്യുമ്പോൾ -0.19. അടുത്തത് -0.972 ഇൻറ്റു 0.7 ചെയ്യുമ്പോൾ 0.5 ചെയ്യുമ്പോൾ -0.486. ഇത് അഗെയിൻ -0.4860. അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 0ൻ്റെ ടേമിലുള്ള വാല്യൂ കിട്ടണം. 0ൻ്റെ ടേമിലുള്ള വാല്യൂ കിട്ടണം എന്ന് പറയുന്നത് ജോയിൻറ്റിലുള്ള മൊമെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞ ജോയിൻറ്റിലും സി എന്ന് പറഞ്ഞ ജോയിൻറ്റിലുള്ള സിഗ്മ എം ഇൻറ്റു ഡി എഫിൻ്റെ വാല്യൂ ഒരു 1നെക്കാളും കുറവുള്ളൊരു വാല്യൂ, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, 1നെക്കാളും കുറവുള്ളത് പോയിൻ്റ് വാല്യൂസ് 0.12, 0.48, 0. അങ്ങനത്തെ വാല്യൂസ് വരുമ്പോൾ നമുക്ക് ഈ ഐട്രേഷൻ അല്ലെങ്കിൽ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നിർത്താം, ഫൈനലാക്കാം. അപ്പോൾ എല്ലാതും 0. വാല്യൂ വന്നു ജോയിൻറ്റിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്താൻ പോവുകയാണ്. നമ്മളിനി ഫൈനൽ മൊമെൻറ്റ് കണ്ടുപിടിക്കുകയാണ്. ഫൈനൽ മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? ഫൈനൽ മൊമെൻറ്റിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും സിഗ്മ എമ്മിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യൂല, നോട്ട് ഇൻക്ലൂഡ് ആണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറും പെട്ടിയിൽ വരച്ച സിഗ്മ എമ്മിൻ്റെ വാല്യൂ നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യില്ല. ബാക്കി എല്ലാതും കൂടി നമ്മൾ സം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എ ബിയിൽ നോക്കി -6
0.81 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -6.81 കിട്ടി. അടുത്തത് ബി എ നോക്കി. ബി എയിൽ 0.45 ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ്. അപ്പോൾ അത് നോക്കൂല. 6 ഈ പെട്ടിയിലുള്ളത് സിഗ്മ എം ആണ്, അത് നോക്കൂല. +6 -1.62 ഇത് നോക്കൂല. -0.16 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ +4.22. നെക്സ്റ്റ് 0.5 ബി സിയിൽ നോക്കുക. 0.55 ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറാണ്, അത് ആഡ് ചെയ്യൂല. -2.4 -1.94 +0.35 -0.19 ചെയ്യുമ്പോൾ നമുക്ക് -4.18 കിട്ടും. അടുത്തത് 0.5 എടുക്കില്ല. 3.6 +0.7 +0.972 -0.486 ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആൻസർ വിൽ ബി 4.79 എന്ന് കിട്ടും. നെക്സ്റ്റ് -5 0.7 -4.86 ചെയ്യുമ്പോൾ നമുക്ക് -4.79 കിട്ടും. ലാസ്റ്റ് 5 +3.5 0.35 ചെയ്യുമ്പോൾ 5.35 കിട്ടും. ദിസ് വിൽ ബി അവർ ഫൈനൽ മൊമെൻറ്റ്. ഫൈനൽ മൊമെൻറ്റ് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഫൈനൽ ബെൻഡിങ് മൊമെൻറ്റ് ഫൈനൽ മൊമെൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് യൂസിങ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഈ കിട്ടിയ വാല്യൂ കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് അറിയാനാണ് നമ്മൾ ജോയിൻറ്റിലുള്ള വാല്യൂ ഏകദേശം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സൈനിൽ വരണം. ജോയിൻറ്റിലുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വെറുതെ നമ്മൾ വരക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം നമ്മളെ ബീമിലെ എ ബി എന്ന് പറഞ്ഞ പാർട്ടിൽ എന്തായിരുന്നു? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡായിരുന്നു. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് പാരാബോളിക് ഷേപ്പ് ആയിരിക്കും. പാരാബോളൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് WL²/8 ആണ്. നമ്മളെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. Wയും Lയും 8 ഒക്കെ. അടുത്തത് എന്ന് പറയുന്നത് എക്സെൻട്രിക്കലി സപ്പോർട്ടഡ് ലോഡാണ്. എക്സെൻട്രിക്കലി സപ്പോർട്ടഡ് ലോഡിൽ സപ്പോർട്ടഡ് ലോഡിൻ്റെ അവിടെയുള്ള ഒരു ട്രയാങ്കിൾ വരും. ഇതിൻ്റെ വാല്യൂ WAB/L ആണ്. നമ്മളിതൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. WAB/L ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 വരും. അടുത്തതുള്ളത് സെൻട്രലി സപ്പോർട്ടഡ് ലോഡാണ്. ഇവിടെ WL/8 ആണ് നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഡയഗ്രാം വാല്യൂ വരിക. ദ വാല്യൂ വിൽ ബി 10 കിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ഈ വരച്ചിരിക്കുന്നത് എന്താണ്? ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് ആണ്. നമുക്ക് ഫ്രീ ബെൻഡിങ് മൊമെൻറ്റും അതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടി വരക്കണം? നമുക്ക് ഈ കിട്ടിയ ഫൈനൽ ബെൻഡിങ് മൊമെൻറ്റും കൂടി വരക്കണം. അപ്പോൾ ഫസ്റ്റ് എ എന്ന് പറഞ്ഞാൽ AB ജോയിൻറ്റിലുള്ളത് -6.8 ആണ്. അപ്പോൾ 6.8 നമ്മൾ മാർക്ക് ചെയ്തു. അടുത്തത് 4.2 ആണ്. 4.2 -4.82 ആണ്. അപ്പോൾ നമ്മൾ ബി എന്നുള്ള ജോയിൻറ്റിൽ ഒരു 4 മാർക്ക് ചെയ്തു. 4.2 മാർക്ക് ചെയ്തു. ഇത് 6.81 മാർക്ക് ചെയ്തു. പിന്നെ അടുത്തത് സി എന്നുള്ള ജോയിൻറ്റ് നോക്കി. 4.79 ഇതിനേക്കാളും കുറച്ച് മുകളിൽ 4.79 മാർക്ക് ചെയ്തു. അടുത്ത ലാസ്റ്റ് ഉള്ളത് 5.35 ആണ്. 5.35 ഈ മൊമെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, ദിസ് വിൽ ബി അവർ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യാത്ത പോർഷനെ നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ഓക്കെ, ദിസ് വിൽ ബി അവർ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഇതിൽ ഏതായിരിക്കും പോസിറ്റീവ്, ഏതായിരിക്കും നെഗറ്റീവ്? ദിസ് വിൽ ബി negative, this is positive, this is negative, negative, this is positive, this is positive, this is negative. എങ്ങനെ പോസിറ്റീവ് നെഗറ്റീവും പറയാം? ഇപ്പം നമ്മളുടെ ഏറ്റവും ടോപ്പിലുള്ള ലൈൻ എന്ന് പറയുന്നത് ഫ്രീ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ആണെങ്കിൽ അത് പോസിറ്റീവ്, അതായത് റെഡ് കളറിലുള്ളതൊക്കെ പോസിറ്റീവ് ആയിരിക്കും മുകളിൽ. ഇനി ഏറ്റവും ടോപ്പിൽ ബ്ലാക്ക് കളറാണ് വന്നത്, അതായത് നമ്മൾ ഫൈനൽ ബെൻഡിങ് മൊമെൻറ്റ് വരച്ച ലൈനാണ് വന്നതെങ്കിൽ അതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് വീഡിയോ. ഇതിൽ നമ്മൾ പറയുന്നത്, ഈ മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിലൊക്കെ നമ്മൾ പറഞ്ഞത്, രണ്ട് എൻഡും ഫിക്സഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ബീമാണ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് രണ്ട് എൻഡും സിംപ്ലി സപ്പോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ, സിംപ്ലി സപ്പോർട്ടഡ് ആവുന്ന കേസിൽ ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആവുമ്പോൾ ഈ എൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഉണ്ടാവില്ല, 0 ആയിരിക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ എൻഡ് മൊമെൻറ്റിലുള്ള വാല്യൂ 0 ചെയ്യും, പിന്നെ ഈ എൻഡിലേക്ക് മൊമെൻറ്റ് ക്യാരി ഓവർ ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് പഠിക്കാം.
ഇത് ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.